ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചർ ആപ്പിൻ്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വരാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ്. കേട്ടറ്റ് പരീക്ഷയെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന പലരും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നൊരു മേഖലയാണ് മാത്സ്. അപ്പോൾ ഇവിടെ നമ്മൾ മാത്സിൻ്റെ പ്രീവിയസ് ചോദ്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നു. ഓക്കെ, അപ്പം ഇക്കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ഏകദേശം ഒരു 2022, 23, 24 ഇപ്പോൾ കഴിഞ്ഞ് 25 അടക്കമുള്ള പ്രീവിയസ് ചോദ്യങ്ങളാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ ചലഞ്ചറിൻ്റെ ടീച്ചിങ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ക്ലാസ് ആദ്യാവസാനം കണ്ടിരിക്കുക. കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായിട്ട് വീണ്ടും ഞാൻ പറയുന്നു, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ആദ്യ ചോദ്യത്തിലോട്ട് കടക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന നമ്മുടെ കേട്ടറ്റ് പരീക്ഷയുടെ ഒരു ചോദ്യമാണിത്. റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏത്? പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏത്? റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ, പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇല്ല. പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇല്ല. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. മകളെ, റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ പൂജ്യത്തെ സൂചിപ്പിക്കാൻ ഒരു ചിഹ്നമില്ല. റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ പൂജ്യത്തെ സൂചിപ്പിക്കാൻ ഒരു ചിഹ്നമില്ല. അവിടെ 1 മുതലാണ് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കേട്ടോ, LCDM നിങ്ങളിതങ്ങ് പഠിച്ചു വെച്ചു. LCDM മക്കളെ, LCDM അതായത് 50നെ സൂചിപ്പിക്കുന്നതാണ്. നമുക്കറിയാം 1നെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ, 1 അതേപോലെ LCDM ഇത് ഓർത്ത് വെച്ചു. കാര്യം ഓപ്ഷനകത്ത് L ഉണ്ട്, C ഉണ്ട്, M ഉണ്ട്. അപ്പം അതൊക്കെ എന്താണെന്ന് കൂടി അറിഞ്ഞു വെക്കണം. L 50, C 100, D 500, M 1000. മക്കളെ, LCDM പറ. LCD മോണിറ്റർ എന്ന് വേണമെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി. LCD മോണിറ്റർ, LCDM 50, 100, 500, 1000. 50, 100, 500, 1000. LCDM 50, 100, 500, 1000. 50, 100, 500, 1000. ഓക്കെ ആണോ? അപ്പം പൂജ്യത്തെ സൂചിപ്പിക്കാൻ ചിഹ്നമില്ല എന്നുള്ളതാണ് ശരിയുത്തരം. ഇനി LCDM എന്ന് പറഞ്ഞാൽ റോമനാത്തിൽ L എന്നത് 50നെയും, C എന്നത് 100നെയും, D എന്നത് 500നെയും, M എന്നത് 1000നെയും. LCDM ക്രമത്തിൽ 50, 100, 500, 1000. 50, 100, 500, 1000. ഓക്കെ, അടുത്ത ചോദ്യം. 20ന്റെ 40% 50ന്റെ 30% കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത് സംഖ്യയുടെ 50%? ഒന്നുകൂടെ, 20ന്റെ 40% 50ന്റെ 30% കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത് സംഖ്യയുടെ 50%? അപ്പോൾ അവരാദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് ചെയ്തെടുക്കാം. 20ന്റെ 40%. മക്കളെ, 20ന്റെ 40%. 20ന്റെ 40%. ഇതാണ് 20ന്റെ 40%. ശരിതാ, ഈ ഒരു 0, ഈ ഒരു 0, ഇതും പോയി. 4, 2, 8 വരും. അപ്പോൾ 20ന്റെ 40%. അതുപോലെ 50ന്റെ 30%. 50ന്റെ 30%. 50ന്റെ 30%. 50 ഗുണം 100ൽ 30. ഈ ഒരു 0, ഈ ഒരു 0, ഈ ഒരു 0, ഈ ഒരു 0 പോയി. 5, 3, 15 വരും. 5 ഗുണം 3, 15. ഓക്കെ, അപ്പോൾ മനസ്സിലായി. 20ന്റെ 40% അത് 8. 50ന്റെ 30% അത് 15. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ, അപ്പോൾ 15 8 കൂടെ കൂട്ടിയാൽ മക്കളെ 23 എന്ന് വരും. 23 എന്ന് വരും. ഈ 23 എന്ന സംഖ്യ ഏത് സംഖ്യയുടെ 50%? വളരെ നിസ്സാരമാണ്. ഏതോ ഒരു സംഖ്യയുടെ 50%ആണ് 23 എന്ന് പറഞ്ഞാൽ 50% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പകുതി എന്നർത്ഥം. ഒരു സംഖ്യയുടെ 50% എന്ന് പറഞ്ഞാൽ പകുതി എന്നല്ലേ അർത്ഥം. ഓപ്ഷന് 23 ഉണ്ട്. കുറച്ച് പേരൊക്കെ 23 എഴുതി വെക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ കൂട്ടിയാൽ കിട്ടുന്ന ഈ ഒരു സംഖ്യ എന്നത് ഏതോ ഒരു സംഖ്യയുടെ 50%. എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഖ്യ എന്നത് ഏതോ ഒരു സംഖ്യയുടെ പകുതിയാ. ഏതോ ഒരു സംഖ്യയുടെ പകുതി. ഏത് സംഖ്യയുടെ പകുതിയാടാ 23? അതെ, 46ന്റെ പകുതിയാണ് 23. നമ്മുടെ ഉത്തരം 46. സിമ്പിൾ അല്ലേ? അതല്ലെങ്കിൽ
എടാ 23 എന്നത് ഇതാ 23 എന്നത് ഏതോ ഒരു സംഖ്യയുടെ 50%. അതായത് ഏതോ ഒരു സംഖ്യയുടെ 50% എന്നത് 23 എങ്കിൽ ആ സംഖ്യ എന്ന് പറഞ്ഞാൽ 100% ആയിരിക്കും. എങ്കിൽ 100% കണ്ടുപിടിച്ചാൽ മതി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എടാ ഇങ്ങനെ കൂട്ടിയാൽ കിട്ടുന്ന ഈ ഒരു സംഖ്യ 23 എന്നത് ഏതോ ഒരു സംഖ്യയുടെ 50% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പകുതിയാണെന്ന്. 50%ത്തെ പകുതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏത് സംഖ്യയുടെ പകുതിയാണ് 23 എന്ന് പറ? ഏത് സംഖ്യയുടെ പകുതിയാണ് 23? 46ന്റെ പകുതിയാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എടാ 50% എന്നത് 23. ഒരു സംഖ്യയുടെ 50% 23 എങ്കിൽ ആ സംഖ്യ 100%. ആ 100% കണ്ടുപിടിക്കാൻ ക്രോസ് ഗുണിച്ചാൽ മതി. അപ്പോൾ എന്തോ വരും പറ? 100 × 23 ഡിവൈഡഡ് ബൈ ഒരു സംഖ്യ മാത്രം വന്നത് താഴെ 50 താഴെ. 50-നകത്ത് 50 ഒരു തവണ, 100-നകത്ത് 2 തവണ. 23 2 46. എങ്ങനെ നോക്കിയാലും നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 46. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇതാ അടുത്ത ചോദ്യം മക്കളെ. തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. പലരും ഈ ചോദ്യം വായിക്കുമ്പം ശരിയായത് ഏത് എന്നൊക്കെ കണ്ടിട്ട് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ ശരിയായത് കിട്ടും. അതങ്ങ് കറപ്പിച്ച് വെക്കാറുണ്ട് പലരും. തെറ്റാ. വൃത്തിയായിട്ട് മനസ്സിലാക്ക്. ശരിയല്ലാത്തതേത്? ശരിയല്ലാത്തതേത്? ശരിയല്ലാത്തതേതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണോ? എങ്കിൽ ദാ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ ഇങ്ങോട്ടൊന്ന് എടുക്കുന്നു. എടാ 0.2 0.2 ഈക്വൽ ടു അവർ പറയുന്നു അത് 2/10 ആണെന്ന്. ശരിയാ. നമുക്കറിയാം ഒരു പോയിന്റ് സ്ഥാനം മാത്രം വരണമെങ്കിൽ അതിന് കാരണം എന്താ? ആ എണ്ണൽ സംഖ്യയെ, അതായത് 2 എന്ന എണ്ണൽ സംഖ്യയെ ഒരു 0 10 കൊണ്ട് ഹരിച്ചത് കൊണ്ടാണ് 0.2 വന്നത്. ശരിയാണോ? എടാ 0.2 വരാൻ കാരണം 2 എന്ന സംഖ്യയെ ഒരു 0 10 കൊണ്ട് ഹരിച്ചതാണ്. കാര്യം ഒരു 0 സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴേ ഒരു സ്ഥാനം ഇടത്തോട്ട് പോയിന്റ് വരുന്നത്. 2 സ്ഥാനം ഇടത്തോട്ട് പോയിന്റ് വരണമെങ്കിൽ 2 0 100 കൊണ്ട് ഹരിക്കണം. 3 സ്ഥാനം ഇടത്തോട്ട് പോയിന്റ് വരണമെങ്കിൽ 3 0 1000 കൊണ്ട് ഹരിക്കണം. ഓക്കെ ആണോ? എടാ 0.2 എന്ന സംഖ്യയ്ക്ക് കാരണം 2 എന്ന സംഖ്യയെ 10 കൊണ്ട് ഹരിച്ചറ. അവർ പറയുന്നുണ്ട് 2/10 ആണെന്ന്. പിന്നെ അവർ പറയുന്നു അത് ഈക്വൽ ടു 1/5 ആണെന്ന്. നമുക്കറിയാം 2-നെയും 10-നെയും 2 കൊണ്ട് കിട്ടുമ്പം 1/5 കിട്ടും. ശരിയാ. അവർ പറഞ്ഞിരിക്കുന്ന എ ശരിയാ. നമുക്ക് വേണ്ടത് ശരിയല്ലാത്തതാ. ശരി, നമുക്ക് അടുത്ത നോക്കാം. അടുത്ത രണ്ടാമത്തെ പറയുന്ന 0.04 എന്നത്. നമുക്കറിയാം 0.04 എന്ന് പറഞ്ഞാൽ 4 എന്ന സംഖ്യയെ 2 പോയിന്റ് ഉണ്ടല്ലോ, 2 പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ 2 0 100 കൊണ്ട് ഹരിച്ചതാണ് ഇതിന് കാരണം. 100 കൊണ്ട് ഹരിച്ചതാണ് ഇതിന് കാരണം. 4/100. ഇനി 4-നെയും 100-നെയും നമുക്ക് 4 കൊണ്ട് തന്നെ വെട്ടാം. 4-നകത്ത് 4 ഒരു തവണ. 100-നെ 4 കൊണ്ട് ഹരിക്കുമ്പം 25 എന്ന് വരും. 1/25 1/25. എടാ അതും ശരിയാ. 1/25 ആണെന്ന് അവർ പറയുന്നു. അതും ശരിയാ. ശരി, അടുത്ത നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ, സി ഓപ്ഷൻ 0.25. നമുക്കറിയാം 0.25-ന് കാരണം 2 പോയിന്റ് ഉണ്ടല്ലോ, 2 പോയിന്റ്. അപ്പോൾ 2 പോയിന്റ് വരാൻ കാരണം 2 0 100 കൊണ്ട് ഹരിച്ചറാ. 25-നെ 100 കൊണ്ട് ഹരിച്ചറാ. അവിടെയും കറക്റ്റാണ്. 25-നെ 100 കൊണ്ട് ഹരിച്ചിരിക്കുമോ? ഈക്വൽ ടു മക്കളെ 25-നെയും 100-നെ നമുക്ക് വെട്ടാം. 25 കൊണ്ട് വെട്ടാം. 25-നകത്ത് 25 ഒരു തവണ, 100-നകത്ത് 25 4 തവണ. എടാ 1/4. 25-നകത്ത് 25 ഒരു തവണ, 100-നകത്ത് 4 തവണ. അപ്പോൾ നോക്ക്, ഓപ്ഷൻ സിയും ശരിയാ. അപ്പോൾ ഇനി പരിശോധിക്കാൻ പോണോ? വേണ്ട. നമ്മുടെ ഉത്തരം ആരാ? ഡി ആണ് ശരി ഉത്തരം. നമ്മുടെ ചോദ്യപ്രകാരം ശരി ഉത്തരം ഡി ആണ്. നോക്കാം. എടാ 1.25. ഇതാ 1.25. നമുക്കറിയാം 2 പോയിന്റേ ഉള്ളൂ. എടാ 3 സ്ഥാനം ഉണ്ടെന്ന്, 3 സംഖ്യകളുണ്ടെന്ന് കരുതി 0.2 ഉള്ളൂ. 0.2 ഉള്ളൂ. അപ്പോൾ 2 പോയിന്റ് വരാൻ കാരണം യഥാർത്ഥത്തിൽ 125-നെ ആരെ കൊണ്ട് ഹരിക്കുന്നതാണ്? എടാ 2 പോയിന്റേ ഉള്ളെങ്കിൽ ആ 125-നെ 100 കൊണ്ട് ഹരിച്ചതാണ് ഇതിന് കാരണം. 100 കൊണ്ട് 125-നെ 100 കൊണ്ട് ഹരിച്ചാണ് കാരണം. അപ്പം തന്നെ പറയുന്ന 125/1000 എന്ന് അവരെഴുതിയിരിക്കുന്നത്. അവിടെ തന്നെ മനസ്സിലായി അത് തെറ്റാ. അത് തെറ്റല്ലേ മക്കളെ? കാര്യം 125-നെ 100 കൊണ്ട് ഹരിക്കുമ്പോഴിലൂടെ 2 സ്ഥാനം എടുത്തോട്ട് മാറ്റി 1.25 എന്ന് വരുന്നത്. എടാ ഇതിന് തുല്യം അപ്പം ഇതല്ലേ? 125/100 എന്നല്ലായിരുന്നോ വരേണ്ടത്? ആണ്. എങ്കിൽ ദാ ഇതിനാണ് എന്താ തെറ്റായത്. നമുക്ക് വേണ്ടതും തെറ്റായതാ, അതായത് ശരിയല്ലാത്തതാ. മനസ്സിലായോ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. നിങ്ങളെ 28,467 എന്ന സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? ഒന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് പേനയോ പേപ്പറോ കൈകൊണ്ട് പോലും എടുക്കാതെ നമുക്ക് ഉത്തരം ചെയ്യാം. എല്ലാം അങ്ങനെ തന്നെ.
എന്നാൽ ഇത് വളരെ വേഗത്തിൽ, ഞൊടിയിടയിൽ, കണ്ട മാത്രയിൽ, കണ്ണ് ചിമ്മുന്ന വേഗത്തിൽ ഉത്തരം പറയാം. എങ്ങനെയാ? നിങ്ങൾക്കറിയാം, 100 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ മൊത്തവും പ്രത്യേകത എന്തുവാ? 100 കൊണ്ട് ഒരു സംഖ്യ ഹരിക്കണമെങ്കിൽ ആ സംഖ്യയുടെ പ്രത്യേകത അതിൻ്റെ അവസാനം 2 പൂജ്യം ഉണ്ടായിരിക്കണം. 100 കൊണ്ട് നിശേഷം ഒരു സംഖ്യയെ ഹരിക്കണമെങ്കിൽ അതിൻ്റെ അവസാനത്തെ അക്കം 2 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കണം. 100ൻ്റെ ഒന്നാമത്തെ ഗുണിതം 100, പിന്നെ 100ൻ്റെ രണ്ടാമത്തെ ഗുണിതം 200, പിന്നെ 100ൻ്റെ മൂന്നാമത്തെ ഗുണിതം 300, പിന്നെ 400, 500, 600, 700 അങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾ പറ, എനിക്ക് 124നെ ഞാൻ 100 കൊണ്ട് ഹരിച്ചാൽ, മക്കളെ 100 ഒരു തവണ അടങ്ങിയാൽ ബാക്കി 124 ബാക്കിയാ. 24 ശിഷ്ടമാ. ശരിയാണോ? എനിക്കൊരു 579നെ ഞാൻ 100 കൊണ്ട് ഹരിക്കുമ്പം 500-നകത്ത് 100 5 തവണ അടങ്ങും, 500. ബാക്കി 79 ശിഷ്ടമാ. ബാക്കി 79 ശിഷ്ടമല്ലേ മക്കളെ? എങ്കിൽ പറ, 1215. 1215 1200 അവസാനം 2 പൂജ്യമുണ്ട്. അപ്പോൾ 1200നെ കറക്റ്റ് 100 കൊണ്ട് ഹരിക്കാം. അത് കഴിഞ്ഞ് മിച്ചം 15 അല്ലേ മക്കളെ? ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 28,467. 28,467 മക്കളെ, ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന 100ൻ്റെ ഗുണിതം 28,400 അല്ലേ? 28,400 അല്ലേ? 28,400നെ കറക്റ്റ് 100 കൊണ്ട് ഹരിക്കാം. എങ്കിൽ പിന്നെ അധികം എത്ര മക്കളെ? 67. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ബി, 67. ഹരിക്കാൻ പോകണ്ട. ക്ലിയർ ആണോ? ദാ അടുത്ത ചോദ്യം. ഈ ക്രമത്തിൽ തുടർന്നാൽ അടുത്ത ചിത്രത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ടാകും? മക്കളെ, ഈ ഒരു ക്രമത്തിൽ തുടർന്നാൽ അടുത്ത ചിത്രത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ടാകും? നമ്മുടെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നും വന്ന ഒരു ചോദ്യമാണിത്. വളരെ 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 നിസ്സാരമായ ചോദ്യം. കണ്ട മാത്രയിൽ പറയാൻ പറ്റും. ഇതൊരു സമചതുരമാണ്. എത്ര സമചതുരം ഉണ്ട് ഇവിടെ? ഒരെണ്ണം. ഇവിടെ കണ്ടോ, ഒരു വലിയ സമചതുരത്തിനെ 4 ഡിഗ്രി വെച്ചിരിക്കുമോ? 4 സമചതുരങ്ങളുണ്ട്. കണ്ടോ? 4 എണ്ണം. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം ഉണ്ട്. മക്കളെ ഇവിടെ 4 × 4 16 എണ്ണം ഉണ്ട്. 16. നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടെ ഒരെണ്ണം, ഇവിടെ 4 എണ്ണം, ഇവിടെ 9 എണ്ണം, ഇവിടെ 16 എണ്ണം. ഈ പോയിരിക്കുന്ന സംഖ്യകളുടെ പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഈ കൊടുത്തിരിക്കുന്ന 1, 4, 9, 16 എന്ന് പറയുന്ന സംഖ്യകളുടെ പ്രത്യേകത എന്തുവാ? അതെ, അത് തന്നെ, സ്ക്വയർ നമ്പേഴ്സാണ്. വർഗസംഖ്യകളാണ്, സ്ക്വയർ നമ്പേഴ്സാണ്. ശരിയാണോ? 1ൻ്റെ സ്ക്വയർ, ശേഷം 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16. എങ്കിൽ ഇങ്ങനെ തുടർന്നാൽ അടുത്ത സമചതുരത്തിൽ ഉണ്ടാകുന്ന മൊത്ത സമചതുരങ്ങളുടെ എണ്ണം ഉറപ്പായിട്ടും 5ൻ്റെ സ്ക്വയർ 25 ആയിരിക്കും. നമ്മുടെ ഉത്തരം 25. ഓപ്ഷൻ എ. വളരെ സിമ്പിൾ. ക്ലിയർ അല്ലയോ? ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. 1 മില്യന് തുല്യമല്ലാത്തത് ഏതാണ്? 1 മില്യന് തുല്യമല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് 1 മില്യൺ എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ മിക്കപ്പോഴും യൂട്യൂബ് വീഡിയോകളൊക്കെ കാണുന്നവരാണ്, അതേപോലെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ കാണുന്നവരാണ്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി അല്ലെങ്കിൽ 1 മില്യൺ വ്യൂസ് ആയി എന്നൊക്കെ പറയുമ്പം എന്താണ് മില്യൺ എന്നറിയണം. മക്കളെ, മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം എന്നാണ് അർത്ഥം. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം എന്നാണ് അർത്ഥം. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 10 ലക്ഷം. ഓക്കെ, മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. ഇതാണെന്ന് ആദ്യം അറിഞ്ഞു വെക്കണം. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. ഇനി പറ, 1 മില്യന് തുല്യമല്ലാത്തതേതെന്നാണ് ചോദ്യം. അല്ലാത്തതേത്? ശ്രദ്ധിക്ക്, തുല്യമല്ലാത്തതേത്? തുല്യമല്ലാത്തതാണ് മക്കളെ വേണ്ടത്. അപ്പം 3 പേരും 1 മില്യന് തുല്യമായവരായിരിക്കും. ഒരെണ്ണം മാത്രമേ ഉള്ളൂ തുല്യമല്ലാത്തത്. എങ്കിൽ നിങ്ങൾ പറ, കണ്ണുടച്ച് പറയാം. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 മില്യനാണ്. ഇനി വളരെ സിമ്പിളാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. അപ്പോൾ അവർ നേരിട്ട് കൊടുത്തിട്ടുണ്ട് 10 ലക്ഷം എന്ന്. 10 ലക്ഷം എന്തായാലും 1 മില്യനാണ്. ഇനി 10⁻6 എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ. 10⁻2 എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയറാ 100 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 2 പൂജ്യം. അതാണ് ഈ സ്ക്വയറിൻ്റെ അർത്ഥം. 10ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ മക്കളെ 1000 അല്ലേ? 1000. അപ്പോൾ എന്താ ഈ ക്യൂബ് മേളിൽ കിടക്കുന്ന 3ൻ്റെ അർത്ഥം എന്തുവാ? 3 പൂജ്യം എന്നാ. 1 കഴിഞ്ഞിട്ട് 3 പൂജ്യം എന്നാ. 10⁻4 എന്ന് പറഞ്ഞാൽ 10,000 ആണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? 10,000.
അപ്പോൾ ഈ 4 എന്ന് പറഞ്ഞാൽ എന്താ? 1 കഴിഞ്ഞിട്ട് 4 0 എന്നാ. 1 കഴിഞ്ഞിട്ട് 4 0 എങ്കിൽ പറ 10⁻6 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 10⁻6 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 6 0 എന്നാ. 1 കഴിഞ്ഞിട്ട് 6 0 എന്നാ. എടാ 1 കഴിഞ്ഞിട്ട് 6 0 വേണം. അങ്ങനെയെങ്കിൽ ദാ ഇതൊന്ന് എണ്ണി നോക്കാം. ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. എടാ ഇതും 10 ലക്ഷമാണ്. 10⁻6 എന്ന് പറഞ്ഞാലും മക്കളെ 10 ലക്ഷമാണ്. 10⁻6 എന്ന് പറയുന്നതും 10 ലക്ഷമാണ്. ഓക്കെ ആണോ? ഇനി അടുത്ത പറയുന്നത് 1000 ഗുണം 1000. നമുക്കറിയാം 1000 ഗുണം 1000 എന്ന് പറഞ്ഞാൽ 1 ഗുണം 1 1. പിന്നെ 3 3 6 0 വരും. ദാ 3 3 6 0 വരും. മക്കളെ 1 കഴിഞ്ഞിട്ട് 6 0. അപ്പോൾ ഇവനും 10 ലക്ഷമാണ്. എങ്കിൽ 10 ലക്ഷത്തിന് തുല്യമല്ലാത്തത് 100 കോടി. ദാ ഇതാണ് തുല്യമല്ലാത്തത്. ഇതാണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. ക്ലിയർ ആണോ? മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. ശരിതാ 36 - 2 × 8/4. ഒന്നുമില്ല, ബോർഡ് മാസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണ് മക്കളെ. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ. 36 - 2 × 8/4 ഇതിൻ്റെ തുല്യമായ ഉത്തരമാണ് പറയേണ്ടത്. അപ്പം ബോർഡ് മാസ് എന്നൊരു റൂളുണ്ട്. ബോർഡ് മാസ് എന്താണ്? ബോർഡ് മാസ് എന്ന് ചോദിച്ചാൽ മക്കളെ ബോർഡ് മാസ് ഇനി ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മക്കളെ വി ബോർഡ് മാസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വി ബോർഡ് മാസ്. വിങ്കുലം എന്നൊരു സാധനമുണ്ട്. വിങ്കുലം തൽക്കാലം നമുക്കതിപ്പോൾ പഠിക്കാനില്ല. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ അറിയണ്ട. ഇനി എന്താണ് വിങ്കുലം എന്ന് ചോദിച്ചാൽ ഉദാഹരണം പറഞ്ഞാൽ ദാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനൊരു വര വരയ്ക്കും. അപ്പം ആ വരയുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വിങ്കുലം. എങ്കിൽ ആദ്യം ചെയ്യേണ്ട ക്രിയ അതാണ്. ശരി, അപ്പോൾ ഇപ്പം നമുക്ക് തൽക്കാലം വിങ്കുലമില്ല. അപ്പം നിങ്ങൾ ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം. പിന്നെ ഓഫ് എന്ന വാക്ക്, പിന്നെ ഡിവിഷൻ അതായത് ഹരണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ അതായത് ഗുണനം, പിന്നെ അഡീഷൻ അതായത് സങ്കലനം കൂട്ടൽ, പിന്നെ സബ്ട്രാക്ഷൻ വ്യവകലനം കുറയ്ക്കൽ. എങ്കിൽ പറ ബ്രാക്കറ്റ് ഇല്ല. ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് എന്ന വാക്കുണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഡിവിഷൻ്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന സംഖ്യകളെ ചേർത്ത് വരച്ച് 8/4 മക്കളെ 2 ഇൻറ്റു ഇപ്പുറത്തൊരു 2 ഉണ്ട്, മൈനസ് ഇപ്പുറത്തൊരു 36 ഉണ്ട്. ഡിവിഷൻ കഴിഞ്ഞു. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഇവിടെ ഉണ്ട്. 2 × 2 4. ഇപ്പുറത്തൊരു മൈനസ്, ഇപ്പുറത്തൊരു 36. ഇനി അഡീഷൻ ഇല്ല, സബ്ട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. മക്കളെ അഡീഷനും സബ്ട്രാക്ഷനും വന്നാൽ അതായത് ഇത് രണ്ടും കൂടെ കിടപ്പുണ്ടെങ്കിൽ, അതായത് ഇത് രണ്ടും കൂടെ നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പുറത്തൊരു +4 ഇങ്ങനെ കിടക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഇടത്തെ അറ്റത്തു നിന്ന് അങ്ങ് തുടങ്ങിയാൽ മതി. എടാ അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളെങ്കിലാണ് പറഞ്ഞത്. അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ അവസാന സ്റ്റെപ്പിൽ വരത്തുള്ളൂ. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം കേട്ടോ. ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ഇവിടെ ഇപ്പോൾ സബ്ട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. 36 - 4 മക്കളെ 32. നമ്മുടെ ശരി ഉത്തരം 32 ആണ്. ഓക്കെ, ഇവിടെ മാറിപ്പോയതാണ്. ഓപ്ഷൻ ഡി 32 ആണ് ശരി ഉത്തരം. 12 അല്ല 32. ക്ലിയർ? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 1/7 × 60 × 70 = 90 ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ×20. എങ്കിൽ ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്തെ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം ഞാൻ വൃത്തിയായിട്ട് നിർത്തി കാണിച്ചു തരാം. 1/7 × 60 × 70 = 90 ക്വസ്റ്റ്യൻ മാർക്ക്. മക്കളെ ക്വസ്റ്റ്യൻ മാർക്ക്, ഞാൻ ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് ഒരു എക്സ് എന്ന് കൊടുക്കുക. തെറ്റു വല്ലതും ഉണ്ടോ? ക്വസ്റ്റ്യൻ മാർക്കിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ തെറ്റു വല്ലതും ഉണ്ടോ? ഇല്ല. ഇൻറ്റു മക്കളെ ഒരു 20 കൂടെ. എനിക്കിതാ ഈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ക്വസ്റ്റ്യൻ മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്കറിയാം ഇവിടെ ഗുണിച്ചിരിക്കുന്ന ഓരോരുത്തരെ ഇപ്പുറത്ത് കൊണ്ടുപോയി ഹരിച്ചാൽ മതി. എടാ സമചിഹ്നത്തിന് ഇപ്പുറത്തോട്ട് വരുമ്പം ക്രിയ തിരിയും. പ്ലസ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. മൈനസ് ആണ് ഇവിടെ ചെയ്തതെങ്കിൽ അത് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. ഗുണിക്കുവാണ് ചെയ്തതെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. ഇവിടെ ഹരിച്ചിരുന്നുവെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ ഗുണിക്കണം. ഓക്കെ, അപ്പോൾ പറ എക്സിനെ കണ്ടുപിടിക്കാൻ ഇവിടെ ഗുണിച്ചിരിക്കുന്ന 90നെ അപ്പുറത്ത് കൊണ്ടുപോയി ഹരിക്കണം. അതുപോലെ ഇവിടെ ഗുണിച്ചിരിക്കുന്ന 20നെ അപ്പുറത്ത് കൊണ്ടുപോയി ഹരിക്കണം. അപ്പോൾ എന്ത് വരും? എക്സ് ഞാൻ ഇടത് സൈഡിൽ എഴുതുക. എക്സ് = എക്സിനെ അവിടെ തന്നെ നിർത്തി. 1/7 എഴുതി ആദ്യം ×60 × 70. ഓക്കെ, ഇനി പറ ഈ 90 ഇപ്പുറത്ത് വരുമ്പം ഹരിക്കും. 90 ÷ 90 ആവും. ഇൻറ്റു ആ 20 ഇപ്പുറത്ത് വന്ന് ഹരിക്കും.
ഇൻറ്റു 20 ആവും. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. ദാ ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യം വെട്ടാം, ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യം വെട്ടാം. ഇനി 2 കൊണ്ട് വേണേൽ 6നെ വെട്ടാം. 2-നകത്ത് 2 ഒരു തവണ, 6-നകത്ത് 3 തവണ. ഇനി 3 കൊണ്ട് വേണേൽ വെട്ടാം. 3-നകത്ത് 3 ഒരു തവണ, 9-നകത്ത് 3 തവണ. മക്കളെ ഈ ഒരു 7ഉം ഈ ഒരു 7 വെട്ടാം. ഇനി ആകപ്പാടം മുകളിൽ ഒരു 1 ഉണ്ട്, താഴെ ഒരു 3 ഉണ്ട്. നമ്മുടെ ശരിയുത്തരം 1/3. നമ്മുടെ ശരിയുത്തരം 1/3 ആണ്. പറഞ്ഞിട്ട് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ വെട്ടിക്കളഞ്ഞ് കാണിച്ചു തരാം മക്കളെ. ഞാൻ ഒന്നുകൂടെ വെട്ടിക്കളഞ്ഞ് കാണിച്ചു തരാം. സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദാ നോക്കിക്കോ. ദാ നോക്ക്, ഞാൻ എക്സിനെ ഇവിടെ തന്നെ നിർത്തിയ മക്കളെ, ഇവിടെ തന്നെ എഴുതുക. ഇനി ആർക്ക് സംശയം വരണ്ട. ദാ 1/7 ഉണ്ട്. 1/7 ഇവിടെ എഴുതി, ഇൻറ്റു 60 ഇവിടെ എഴുതി, ഇൻറ്റു 70 ഇവിടെ എഴുതി. ഇനി അപ്പുറത്ത് 4 ഈ 90 ഇപ്പുറത്ത് വരുമ്പം ബൈ മക്കളെ 90, ഇൻറ്റു 20 ഇപ്പുറത്ത് വരുമ്പോൾ മക്കളെ ബൈ 20. പൂജ്യവും ദാ ഈ ഒരു പൂജ്യം വെട്ടാം, ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യം വെട്ടാം. ഈ ഒരു 7ഉം മക്കളെ ഈ ഒരു 7 വെട്ടാം. ഓക്കെ, അപ്പോൾ അത്രയും വെട്ടിപ്പോയി. ഇനി മുകളിൽ എന്തുണ്ട് മക്കളെ പറ? മുകളിൽ ഒരു 6 ഉണ്ട്, ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 2 ഉണ്ട്. നമുക്ക് വെട്ടാൻ പറ്റും. പറ, 3 കൊണ്ട് വെട്ടുമ്പം 6-നകത്ത് 3 2 തവണ, 9-നകത്ത് 3 3 തവണ, ഈ 2-നകത്ത് 2 ഒരു തവണ, ഈ 2-നകത്ത് 2 ഒരു തവണ. ദാ അവസാന ഉത്തരം കിട്ടും 1/3 എന്ന്. നമ്മുടെ ശരി ഉത്തരം 1/3, ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതട്ടെ. ദാ അടുത്ത ചോദ്യം നോക്കാം. ജനുവരി 5 ശനിയാഴ്ചയായാൽ ആ മാസം എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടാകും? ഒരിക്കൽ കൂടി, എടാ ഏതോ ഒരു വർഷം ഏതോ ആയിക്കോട്ടെ, ഒരു വർഷത്തിലെ ജനുവരി 5 എന്ന് പറയുന്ന ദിവസം മക്കളെ എന്താ ശനിയാഴ്ചയായാൽ ആ മാസം എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടാകും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് മക്കളെ. 29 ഏതൊരു മാസത്തിലും 29, 30, 31 എന്നീ തീയതികളിൽ വരുന്ന ദിവസങ്ങൾ ആ മാസത്തിൽ 5 തവണയുണ്ടാകും. ഇതങ്ങ് കാണാതെ പഠിച്ചു വെക്കണം. എടാ ഏതൊരു മാസത്തിലും 29-ാം തീയതിയും 30-ാം തീയതിയും 31-ാം തീയതിയും വരുന്ന ദിവസങ്ങൾ ഏതെല്ലാമാണോ ആ ദിവസങ്ങൾ ആ മാസത്തിൽ 5 തവണയുണ്ടാകും. ആ ദിവസങ്ങൾ ആ മാസത്തിൽ 5 തവണയുണ്ടാകും. ആ ദിവസങ്ങൾ മക്കളെ ആ മാസത്തിൽ 5 തവണയുണ്ടാകും. അതിനെന്താ കാരണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? ഒരാഴ്ച എത്ര ദിവസമാണ്? 7 ദിവസം. അപ്പോൾ 7 ദിവസവും മക്കളെ 7 ദിവസങ്ങളും 4 തവണ വീതം വരുമ്പം 7 4 28. അതായത് 28-ാം തീയതി ആകുമ്പോൾ തന്നെ 7 ദിവസങ്ങളും 4 തവണ വീതം വന്നു കഴിഞ്ഞു. എടാ 7 ദിവസം എന്താ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി എന്ന 7 ദിവസങ്ങളും 4 തവണ 7 × 4 28. 28-ാം തീയതി ആകുമ്പം 7 ദിവസങ്ങളും 4 തവണ വീതം വന്ന് കഴിഞ്ഞു, തീർന്നു. എങ്കിൽ പിന്നെ 29-ാം തീയതി വരുന്ന ദിവസം ആ മാസത്തിൽ 5-ാം തവണയില്ലേ മക്കളെ വരുന്നത്? 30-ാം തീയതി വരുന്ന ദിവസം ആ മാസത്തിൽ 5-ാം തവണയല്ലേ മക്കളെ വരുന്നത്? 31-ാം തീയതി വരുന്ന ദിവസം ആ മാസത്തിൽ 5-ാം തവണയല്ലേ മക്കളെ വരുന്നത്? ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്തു വെച്ചു, എടാ ഏതൊരു മാസത്തിലും 29, 30, 31 തീയതികളിൽ വരുന്ന ദിവസങ്ങൾ ആ മാസത്തിൽ 5 തവണ ഉണ്ടാകും. ക്ലിയർ ആണോ? ശരിയെങ്കിൽ പറ, ഒരു മാസത്തിലെ 5-ാമത്തെ ദിവസം ശനിയാ. 5-ാമത്തെ ദിവസം ശനിയാ. നമുക്കറിയാം ഏതൊരു ദിവസത്തിനോട് 7 ദിവസം കൂട്ടിയാൽ വീണ്ടും അതേ ദിവസം വരും അല്ലേ? അപ്പം 5-ാം തീയതിയോട് ഒരു 7 ദിവസം കൂട്ടിയാൽ വീണ്ടും അതേ ദിവസം വരും. കാര്യം മക്കളെ 7 ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ ആഴ്ച ആവർത്തിക്കുക. അപ്പോൾ 5-നോട് 7 കൂട്ടിയാൽ 12 ശനി. ഓക്കെ, വീണ്ടും 12-നോട് 7 കൂട്ടിയാൽ മക്കളെ 19 ശനി. ഓക്കെ, 19-നോട് 7 കൂട്ടിയാൽ 26 ശനി. 26. ഓക്കെ ആണോ? 26 ശനി. അപ്പോൾ 26 വരെ ശനിയാണ്. ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം. 26 ശനി, അപ്പം 27 ദിവസമായിരിക്കും. 27 ഞായർ, 28 തിങ്കൾ. ഓക്കെ, 28 തിങ്കളാണ്. എങ്കിൽ പറ 29-ാം തീയതി, ആ മാസത്തിലെ 29-ാം തീയതി ചൊവ്വാഴ്ചയാണ്.
ആ മാസത്തിലെ 30-ാം തീയതി ബുധനാഴ്ചയാണ്. ആ മാസം ജനുവരിയാണ്, 31 ദിവസമുണ്ട്. ആ മാസത്തിലെ 31-ാം തീയതി വ്യാഴാഴ്ചയാണ് എങ്കിൽ ആ ജനുവരിയിൽ ചൊവ്വയും ബുധനും വ്യാഴവും മാത്രം മക്കളെ 5 തവണ വന്നിട്ടുണ്ട്. 5 തവണ ചൊവ്വയും ബുധനും വ്യാഴവും മാത്രം 5 തവണ വന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം ആ മാസം എത്ര തിങ്കളാഴ്ച ഉണ്ടെന്നാ. എടാ തിങ്കൾ അപ്പോൾ 4 തവണ വന്ന് കാണത്തുള്ളൂ. മനസ്സിലായോ? എടാ എങ്കിൽ തിങ്കൾ 4 തവണ വന്നിട്ടുള്ളൂ. ക്ലിയർ ആണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ 5 ശനിയാന്ന് പറയുന്നത്. 5നോട് 7 കൂട്ടിയാൽ 12 ശനി. 12നോട് 7 കൂട്ടിയാൽ 19 ശനി. 19നോട് 7 കൂട്ടിയാൽ 26 ശനി. അപ്പോൾ 26 വരെ കിട്ടിയാൽ പിന്നെ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ 27 ഞായറ, 28 തിങ്കളാണ്. അപ്പോൾ 28 തിങ്കളാണെങ്കിൽ 29 മക്കളെ ചൊവ്വ, 30 മക്കളെ ബുധൻ, 31 സുഹൃത്തുക്കളെ വ്യാഴം. എടാ എങ്കിൽ ഈ ജനുവരിയിൽ 29, 30, 31-ാം തീയതിയും വന്ന ദിവസങ്ങൾ ചൊവ്വയും ബുധനും വ്യാഴവുമാണ്. ഈ 3 ദിവസങ്ങൾ മാത്രം ഈ മാസത്തിൽ 5 തവണ വന്നിട്ടുണ്ട്. പറ, നമ്മുടെ ചോദ്യം എത്ര തിങ്കളാഴ്ച ഉണ്ടെന്ന്. തിങ്കളാഴ്ച ഉറപ്പായിട്ടും 4 തവണ വന്നിട്ടുള്ളൂ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി 4. ചൊവ്വയോ ബുധനോ വ്യാഴമോ ഏതെങ്കിലും ആയിരുന്നെങ്കിൽ 5 തവണ വന്നിട്ടുണ്ടെന്ന് പറയാമായിരുന്നു. ക്ലിയർ ആണോ? മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. അപ്പം തൽക്കാലം ഈ ഒരു ക്ലാസ് കൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും നമ്മുടെ കേട്ടറ്റ് മറികടക്കുന്നതിനുള്ള ഏറ്റവും സിമ്പിളായുള്ള ഷോർട്ട് കട്ടുകളും പഠിക്കുന്നതിനായി നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ ടീച്ചിങ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം വിട പറയുന്നു. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.